പ്രഭാഷകനായ മർക്കസിന്റെ സന്തതി ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പർ അവറുകളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫضല് കൊണ്ട് നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയിലും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നിരവധി മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ചെറുവാടി ജുമുഅത്ത് പള്ളിയുടെ സമീപത്താണ് നാം ഉള്ളത്. നേരത്തെ പേര് പറയപ്പെട്ടവരും പറയപ്പെടാത്തവരുമായി ധാരാളം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞ EN അഹമ്മദ് മുസ്ലിയാർ അവർകൾ, നമ്മുടെ കാളിയായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ, തോട്ടക്കത്ത് മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ നിരവധി ആളുകൾ, അതുപോലെ ധാരാളം ശുഹദാക്കൾ വരെ വിശ്രമിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഈ സ്ഥലത്ത് വെച്ച് സഖാഫിയുടെ പ്രഭാഷണം നടക്കുകയാണ്. വേണ്ടതുപോലെ സൗകര്യം ചെയ്തു തരാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നാളെ കുറ്റമറ്റ രീതിയിൽ മുഴുവൻ ആളുകൾക്കും ഇരിക്കാൻ പറ്റിയ വിശാലത ഗ്രൗണ്ടിനുണ്ടെങ്കിലും ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ അല്പമൊരു പേടി തോന്നിയതുകൊണ്ട് പാളിച്ച സംഭവിച്ചു എന്ന് കുറ്റസമ്മതം നടത്തുകയാണ്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് പറയാറുള്ളത് വിട്ടുനിൽക്കുന്നവരൊക്കെ അടുത്തിരിക്കണം എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. صدق الله مولانا العظيم.
وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن لكل شيء قلبا وقلب القرآن ياسين ومن قرأ ياسين كتب الله له بقراءتها قراءة القرآن 10 مرات. صدق محمد رسول الله. كفاك بالعلم في الأمي معجزة في الجاهلية وتأديب في اليتم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا محمد ആദരണീയരായ പ്രാസ്ഥാനിക നേതാക്കന്മാർ, ഉസ്താദുമാർ, സദസ്സിലിരിക്കുന്ന കാരണവന്മാരും ഉസ്താദുമാരും, വിശുദ്ധ ഖുർആനിലെ അതിബൃഹത്തായ ഒരധ്യായത്തെക്കുറിച്ച് നീണ്ട 10 ദിവസത്തെ ചർച്ച കേൾക്കാൻ വേണ്ടി എത്തിപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കി ഈ സദസ്സിന്റെ പ്രൗഢിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ സംസ്ഥാനതല നേതാക്കന്മാരും നാട്ടിലെ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്ത ചെറുപ്പക്കാരും എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലുമൊക്കെ ഈ മണ്ണിന് പരിചയമുള്ള ധാരാളം മഹാന്മാരുടെ പേര് പറഞ്ഞു. അതിൽ വലിയ വലിയ ആലിമ്യങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു അവരുടെ മഹത്വം കൊണ്ട് നമ്മുടെ ഈ സദസ്സ് വളരെ ഭംഗിയായ രൂപത്തിൽ 10 ദിവസം പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ
നമ്മുടെ ബനാത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഏകദിന ഖുർആൻ പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരുന്നു ഇങ്ങനെയുള്ള ഒരു ദശദിന ഖുർആൻ പ്രഭാഷണം. അതിന്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട കാലം കാതോർക്കുന്ന കാന്തപുരം ഉസ്താദ് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതായിരുന്നു. തിരക്കുപിടിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാമായ ആ നേതാവ് തൊട്ടടുത്ത ഒരു ദിവസത്തേക്ക് നമുക്ക് ദിവസം അനുവദിച്ചു. താൽക്കാലികമായി ഇന്ന് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ നിർവഹിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ 36 അധ്യായം 83 വചനങ്ങളാണ് സൂറത്തു യാസീനിലുള്ളത്. ഉറപ്പാണ് സൂറത്തു യാസീനിന്റെ ഓരോ ആയത്തുകളും എടുത്ത് അർഹിക്കുന്ന രൂപത്തിൽ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ 10 ദിവസം എല്ലാ നിലക്കും പരിമിതമാണ്. ഈ അധ്യായം അവതരിപ്പിക്കാൻ വേണ്ടി ഏകദേശം 35ഓളം പ്രാമാണിക മുഫസ്സിറുമാരുടെ ചാരത്തിരുന്നപ്പോൾ സാധുവായ എനിക്കുണ്ടായ വിചാരപ്പെടലുകൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അറിയിക്കാനുള്ളത്, ഒരു മാസം അവസരം നൽകിയാലും സാധിക്കില്ല. എന്ത് വൽ ഖുർആനിൽ ഹകീം എന്ന ആ ഒരൊറ്റ ആയത്തിനെ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം അത്രയും വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാരാവാരമാണിത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഹൃദയഭാഗമുണ്ട്. ജീവനുള്ളതോ ഇല്ലാത്തതോ ചെറുതോ വലുതോ അന്തരമില്ല. ഹബീബിന്റെ പ്രയോഗം സാർവത്രികമായിട്ടാണ്. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബ. ഈ ഭൂമിലോകത്തുള്ള അല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഹൃദയഭാഗമുണ്ട്. ചേതന വസ്തുക്കളിൽ ഹൃദയഭാഗം കണ്ടെത്തിയേക്കാം. അചേതന വസ്തുക്കളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഹൃദയഭാഗം ഏതാണ്? ആ വസ്തുവിന്റെ മെയിൻ പാർട്ടിനെയാണ് ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ പ്രയോഗിക്കാറുണ്ട് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത്. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത്. ഇങ്ങനെ പ്രയോഗിച്ചാൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ചെറിയ ബുദ്ധിയുള്ളവന് നിഷ്പ്രയാസം സാധിക്കും. ആ ടൗണിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്തെക്കുറിച്ചാണ് അതിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബ് പറഞ്ഞു, എല്ലാറ്റിനുമുണ്ട് അതിൻ്റെതായ ഒരു ഹൃദയഭാഗം. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക്, ഈ കാണുന്ന ഉപകരണങ്ങളുടെ ഒന്നും അലങ്കാരത്തിലല്ല ഇതിന്റെ ഉപയോഗമായ സൗണ്ട്. ശബ്ദം ഘനപ്പിക്കുക എന്നത് ഉണ്ടായിത്തീരുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഹൃദയഭാഗത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. ആംബ്ലി അത് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അത്രത്തോളമാണ് യഥാർത്ഥത്തിൽ ഈ സംസാരം മെച്ചപ്പെടുന്നത്.
എല്ലാ വസ്തുക്കൾക്കും ഒരു മരത്തടി എടുത്തു നോക്കിയാൽ അതിന്റെ ഹൃദയഭാഗമാണ് യഥാർത്ഥത്തിൽ അതിന്റെ കാതൽ. ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഹൃദയഭാഗമുണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വഖൽബുൽ ഖുർആനി യാസീൻ. ഖുർആനിന്റെ ഹൃദയഭാഗം യാസീൻ എന്ന അധ്യായമാണ് കേട്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ധാരാളം കാരണങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ എണ്ണുന്നത് കാണാം. അങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയഭാഗമാണ് യാസീൻ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആ ഭാഗങ്ങളെല്ലാം ചർച്ചക്കെടുത്ത് സംസാരിക്കുമ്പോഴേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോകും. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓതിവെച്ച 5 വചനങ്ങളാണ്. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം നേരത്തെ നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ഖുർആൻ സാക്ഷി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിനെ സാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നു, അങ്ങ് മുർസലുകളിൽപ്പെട്ടയാളു തന്നെയാണ്. അതാര് സംശയിപ്പിച്ചാലും ആരിളക്കിയാലും ആ ഒരു സത്യത്തെ തകർക്കാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞ വിഷയത്തിലൊക്കെയുള്ള യുക്തിഭദ്രത എന്താണെന്ന് നമ്മൾ പറയും. അതിന്റെ മുമ്പ് ഖുർആൻ യാസീൻ സൂറ ഖുർആനിന്റെ ഹൃദയഭാഗമാണെന്ന് പറഞ്ഞത് ഖുർആനിന്റെ ആകത്തുക 3 ചർച്ചകളിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. ഖുർആനിനിവിടെ സംസാരിക്കാനുള്ളത് 3 വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതേ പറയാനുള്ളൂ. ഖുർആനിലെല്ലാമുണ്ട്. കരയും കടലും കാടും മലയും ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്നുമില്ല. പിന്നെന്തുകൊണ്ട് 3 കാര്യങ്ങളിൽ ഒതുക്കിപ്പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ അടിസ്ഥാനപരമായ ചർച്ച 3 തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. 3 ചർച്ചകളാണ് വിശുദ്ധ ഖുർആനിന് പറയാനുള്ളത്. അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ പറ്റുന്ന ആരാധനക്കർഹനായ ഇലാഹ്. അല്ലാഹു മാത്രമേ ഉള്ളൂ. തൗഹീദ്, ആ ഒരു സത്യം മനുഷ്യകുലത്തെ വിളിച്ചറിയിക്കാൻ അല്ലാഹു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. അതാണ് പ്രവാചകത്വം, റിസാലത്ത്. എന്താണ് അവർ വന്ന് വിളിച്ചു പറയുന്നത്? അല്ലാഹുവിനെ ഏകനാക്കി ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ആരാധിച്ചെങ്കിൽ മാത്രമേ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ ദുനിയാവ് ഇന്നു നാളെ മറ്റന്നാൾ കഴിയും. മറ്റൊരു ലോകം വരാനുണ്ട്. പരലോകം പച്ചയായ യാഥാർത്ഥ്യമാണ്, സംഭവിക്കും. ആര് സംഭവിക്കരുതെന്ന് കരുതിയാലും സംഭവിക്കില്ലെന്ന് കരുതിയാലും സംഭവിക്കരുതെന്ന് കരുതിയാലും നടക്കേണ്ടത് അതിന്റെ സമയമാകുമ്പോൾ നടന്നു കഴിയും. ഇതാ വഖഅത്തിൽ വാഖിയ. ഖുർആൻ പറഞ്ഞില്ലേ, നടക്കേണ്ടത് നടന്നാൽ, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ മഹാസംഭവം നടക്കുന്ന സമയത്ത് ഒരൊറ്റ മെമ്പർ പോലും അതിനെ കളവാക്കുന്നവരുണ്ടാവില്ല. പരലോകത്ത് വെച്ച് എല്ലാവരും അംഗീകരിക്കും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്ത് വെച്ച് നീ അംഗീകരിക്കണം, പരലോകം എന്ന പച്ചയായ ഒരു ജീവിതം എനിക്ക് വരാനുണ്ട്, അതിനുവേണ്ടി തയ്യാറായിക്കോ. ഇതാണ് ആഖിറത്തിനെ കുറിച്ചുള്ള ചർച്ച ഖുർആനിൽ
പരന്നു കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നാലോചിച്ചു നോക്കൂ. തൗഹീദും റിസാലത്തും ആഖിറത്തും മാറി മാറി ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം കാണാൻ കഴിയുന്നത് അതാണ്. എങ്കിൽ അത് തന്നെയാണ് ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ടിങ്ങനെ കറങ്ങുകയാണ് സൂറത്തു യാസീൻ. പക്ഷേ അവിടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട്. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് തലങ്ങളിലേക്ക് സൂറത്തു യാസീനിലെ പല വചനങ്ങളും കടന്നു വരുന്നുണ്ട്. അതെല്ലാം ഈ 3 സമർത്ഥിക്കാൻ ആവശ്യമായതു മാത്രമാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ 3 കാര്യങ്ങളിൽ ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന കാഴ്ച വിശുദ്ധ ഖുർആനിലൂടെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ഇന്ന് സൂറത്തു യാസീൻ കഴിഞ്ഞിട്ടേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂ എന്ന ഒരു വിഷമം നമുക്കുണ്ട്. സൂറത്തു യാസീൻ കഴിഞ്ഞിട്ടേ എങ്ങനെയൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ട് കറങ്ങുന്നുണ്ട് എന്നത് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് പറയാൻ കഴിയൂ. അത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല. സൂറത്തു യാസീനിനെ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കാണണം. തുടക്കം തന്നെ വഹയും റിസാലത്തും സമർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നു. അങ്ങനെ ഏകദേശം ആയത്തുകൾ ഇങ്ങോട്ട് പിന്നിടുമ്പോ ഹബീബുൻ നജ്ജാറും തന്റെ നാട്ടുകാരും തമ്മിലുള്ള ചൂടേറിയ ആ വാഗ്വാദത്തിൽ തൗഹീദിന്റെ സത്ത അവിടെ അവതരിപ്പിക്കുകയാണ്. മധ്യഭാഗത്തും തൗഹീദിലേക്ക് തന്നെ കടന്നുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവസാന ഭാഗത്തെത്തുമ്പോഴേക്ക് വീണ്ടും തൗഹീദിലേക്ക് കടന്നുവരുന്ന ശിർക്കിനെ, ബഹുദൈവാരാധനയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് തൗഹീദിനെ സമർത്ഥിക്കുന്ന ചിത്രമാണ് വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ എന്ന് പറഞ്ഞിടത്ത് ഏറ്റവും അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇതേ രൂപത്തിൽ റിസാലത്ത് തുടക്കം തന്നെ ഇന്നക ലമിനൽ മുർസലീൻ എന്ന ആ പ്രഖ്യാപനത്തോടുകൂടെയാണ്. നബികൾ മുർസൽ തന്നെയാണ്. അങ്ങനെ കടന്നുവന്ന് പ്രവാചകത്വം നിഷേധിച്ച കക്ഷികളുടെ ദുരന്ത കഥ വിവരിച്ചുകൊണ്ട് ആ ഹബീബുൻ നജ്ജാറിന്റെ നാട്ടുകാരുടെ കഥയിലൂടെ പ്രവാചകത്വത്തിന് നേരെ കൊഞ്ഞനം കുത്തിയാലുള്ള ദുരവസ്ഥ അല്ലാഹു വിശദീകരിക്കുകയാണ്. വീണ്ടും വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ എന്ന് പറഞ്ഞു വീണ്ടും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിലേക്ക് സൂചന നൽകുകയാണ്. പിന്നെ ആഖിറത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പറയാനുമില്ല. ഇത് സൂറത്തു യാസീനിന്റെ പ്രധാന വിഷയമാണ്. ആഖിറം എന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രധാനമായി ഊന്നൽ നൽകി സംസാരിക്കുന്നത് ആഖിറത്തിനെ കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു ഖണ്ഡിക ഇങ്ങോട്ട് പിന്മാറുമ്പോഴേക്ക് മാറുമ്പോഴേക്ക് ഒരു 5-6 ആയത്തുകൾ ഇങ്ങോട്ട് മാറുമ്പോഴേക്ക് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. മരിച്ചവരെ നാം ഹയാത്താക്കും എന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയിട്ട് ഹബീബുൻ നജ്ജാറിന്റെ ആ പൊള്ളുന്ന കഥയിലൂടെ ഖീല ദുഖുലിൽ ജന്ന എന്ന് പറഞ്ഞ് വീണ്ടും പരലോകത്തെ വിജയമായ സ്വർഗത്തെക്കുറിച്ചുള്ള ചർച്ച, സ്വർഗപരാമർശം കടന്നുവരികയാണ്. വീണ്ടും കടന്നുവരുന്നു വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. സർവലോകനാശം എന്ന ഒന്നുണ്ടെങ്കിൽ അതിനുശേഷം പുനരുത്ഥാനമുണ്ടെങ്കിൽ അത് എപ്പോഴാ എന്ന് ചോദിച്ച് കുതിരയാക്കിക്കൊണ്ടിരുന്ന അവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്നതോടുകൂടെ പുനരുത്ഥാനവും തുടർന്ന് രക്ഷാ ശിക്ഷകളെക്കുറിച്ചുള്ള ചർച്ച, സ്വർഗവും നരകവും ഒക്കെ കടന്നു വരുന്നു.
ഇങ്ങനെ സൂറത്തു യാസീനിൽ മുഴുക്കെ നമുക്കിത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയം എന്തായാലും ആ വിഷയം നമുക്ക് സൂറത്തു യാസീനിനെ ഒറ്റ നോട്ടത്തിൽ നോക്കാൻ സാധിക്കുന്ന ഒരു സമയത്തെ നമുക്കത് നടത്താൻ കഴിയൂ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വിഷയസംബന്ധമായുള്ള ചർച്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളോട് കടന്നു വരാൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഈ തൗഹീദും റിസാലത്തും ആഖിറത്തും സമർത്ഥിക്കുന്നതിനിടയിൽ മനസ്സിനെ തൊട്ടുണർത്തുന്ന കുറെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. വആയത്തുല്ലഹും 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 എന്ന് പറഞ്ഞ് കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇതാ കടന്നുവരുന്നു എന്ന് പറയുന്നു. നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ ചൈതന്യത്തിന്റെ തുടിപ്പ്, ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന രാവിന്റെ ശാന്തത, മനുഷ്യകുലത്തെ മൊത്തം കുത്തി നിറച്ച് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ, അതിനെ തുടർന്ന് ലോകത്ത് വരാൻ പോകുന്ന ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളിലുള്ള ആ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രവചനം, ഇതൊക്കെ നമുക്ക് സൂറത്തു യാസീനിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല സൂര്യൻ, ചന്ദ്രൻ മൈക്രോസ്കോപ്പിലൂടെ മാത്രം ദർശിക്കാനാവുന്ന ഒരു ബീജകണം, മനുഷ്യ നീ ആ ബീജകണമായിരുന്നു എന്ന ഉണർത്തുപാട്ട്, ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോകുകയാണ് യഥാർത്ഥത്തിൽ സൂറത്തു യാസീൻ ചെയ്യുന്നത്. അത്രയും നിസ്സാരമായ ആ ഒരു ബീജകണത്തിൽ നിന്ന് ജനിച്ചു വീണ നീയ് ഇന്ന് നിനക്ക് ആരോഗ്യവും തന്റേടവും പ്രാവീണ്യവും ഒക്കെ ലഭിച്ചപ്പോ സൃഷ്ടിച്ച സ്രഷ്ടാവിനു നേരെ മുദ്രാവാക്യം വിളിക്കുകയോ ഫഇദാ ഹുവ ഖസീമും മുബീൻ, അരുതുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു യാസീനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു കടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ അത്രയുമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. സൂറത്തു യാസീനിന്റെ മഹത്വത്തെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു സൂറത്തു യാസീൻ അതിന്റെ ഹൃദയഭാഗമാണെന്ന് പറയാൻ കാരണം ഖുർആനിലെ മൊത്തം ചർച്ച, ആ ചർച്ച ഇതിൽ നമുക്ക് ശരിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഇനി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തമോടണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ നിലച്ചുപോയാൽ ആ സമയത്ത് അത് മരവിച്ചുപോയി, ഉപകാരശൂന്യമായി. എന്നാൽ രക്തം എല്ലായിടത്തും നടക്കണമെങ്കിലും ആ രക്തം പമ്പിംഗ് നടക്കുന്നത് ഹൃദയഭാഗത്തു നിന്നാണ്. ഹൃദയത്തിൽ നിന്നാണ് രക്തം പമ്പിംഗ് നടക്കുന്നത് എന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും വിശ്വാസികൾക്ക് പ്രചോദനമുണ്ട്. പക്ഷേ ആ പ്രചോദനത്തിന്റെ ആകത്തുക സൂറത്തു യാസീനിൽ നിന്നാണ് ആ പമ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ഖൽബുൽ ഖുർആൻ എന്ന് പ്രയോഗിക്കാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇതൊരൊറ്റ തവണ ഒരു വിശ്വാസി ഓതിക്കഴിഞ്ഞാൽ 10 തവണ ഓതിയ ഖുർആൻ പാരായണം ചെയ്ത, ഖുർആൻ മുഴുവനായി 10 തവണ 10 ഖത്തം തീർത്ത കൂലി നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, സംശയിക്കേണ്ടതില്ല. മാത്രമല്ല ഈ യാസീനും നമ്മളുമായുള്ള ബന്ധം വളരെ വലുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിക്ക് മരണമാസന്നമാകുന്ന സമയത്ത് നാം അവിടെ യാസീൻ ഓതാറുണ്ട്. ഇഖ്റഊ അലാ മൗതാകും യാസീൻ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ മരണമാസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതി കൊടുക്കണം, മരിച്ചവരുടെ മേലിലും നിങ്ങൾ യാസീൻ ഓതണം. മരിച്ചവരുടെ മേൽ, മരണമാസന്നമായവരുടെ മേലിൽ ഓതണോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ഓതാൻ പാടില്ല, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നവർ വരെ
ഇന്ന് പതുക്കെ മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. മരണമാസന്നമായവന്റെ അടുത്ത് വേണമെങ്കിൽ ഓതിക്കോട്ടെ, മരിച്ചവന്റെ അടുത്ത് ഓതണ്ട. മരണമാസന്നമായ ആളുടെ അടുത്ത് ഓതണോ എന്നതിൽ തർക്കമില്ല. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്നാ മരിച്ചയാളുടെ പേരിലോ അയാളുടെ പേരിൽ യാസീൻ ഓതാൻ പറ്റുമോ? പറ്റും. ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗത്ത എന്ന് പറഞ്ഞത് മയ്യിത്ത് എന്നതിന്റെ ബഹുവചനമാണ്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യൻ. അപ്പൊ മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ, മരിച്ചവർ എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് വെക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതിന് മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതുക എന്നത് അത് നടക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് മരിച്ചവർ എന്ന് ഉദ്ദേശിച്ചുകൂടാ, മരണം ആസന്നമായവർ എന്നേ ഉദ്ദേശിക്കാവൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ച ആളുടെ പേരിൽ യാസീൻ ഓതുന്നതിനുള്ള തടസ്സം എന്താണ്? അദ്ദേഹത്തിന്റെ ബോഡിയുമായി ആത്മാവിന് ബന്ധമുണ്ടെങ്കിൽ ആ ആത്മാവ് വഴിക്ക് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലി ബഖാഇ ഇദ്റാകി റൂഹിഹി ഫഹുവ ബിന്നിസ്ബതി ലിസമാഇൽ ഖുർആൻ വഹുസൂലി ബറകതിഹി ലഹു കൽ ഹയ്യ്. ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്തു നിന്ന് ഓതുമ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് അതിന്റെ ബറക്കത്ത് കിട്ടുന്നു എന്നതല്ലേ. എന്നാൽ മരിച്ചയാളുടെ ബോഡിയുമായിട്ട്, ആ ഡെഡ് ബോഡിയുമായി ആത്മാവിന് ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ബറക്കത്ത് ലഭിച്ചുകൂടാ? എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഇദാ സഹ്ഹ സലാമു അലൈഹി ഫൽ ഖിറാഅത്തു അലൈഹി ഔലാ. സലാം പറഞ്ഞാൽ മയ്യത്തിന് ഉപകാരമുണ്ട്, മയ്യത്ത് അത് കേൾക്കും, അതിന് മയ്യത്തിന് ഉപകാരമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഖുർആൻ ഓതിയാൽ എന്തായാലും ഉണ്ടാവണം. കാരണം സലാം പറഞ്ഞാൽ അത് ഇങ്ങോട്ടും അടക്കേണ്ട കാര്യമാണല്ലോ. അതിലടക്കം മയ്യത്തിന് കൂലിയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഉപകാരമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതിയാൽ എന്തായാലും ഉപകാരമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അത്ത് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയിൽ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നവരാണ്, മരണമാസന്നമായ ആളുടെ അടുത്ത് ഖുർആൻ ഓതുന്നവരാണ്. അതൊക്കെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇനി ഈ ഖുർആൻ പാരായണം കൊണ്ട്, പ്രത്യേകിച്ച് സൂറത്തു യാസീൻ, ആ സൂറത്തു യാസീനിന്റെ പാരായണം കൊണ്ട് കിട്ടാവുന്ന ദീർഘമായ ഗുണഗണങ്ങളുടെ പട്ടികകൾ എണ്ണിയിട്ടുണ്ട്. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രധാനമായും ഇത്ര മാത്രമേ ഉണർത്തുന്നുള്ളൂ. എന്നിട്ട് സൂറത്തു യാസീനിന്റെ ആ ജീവിക്കുന്ന ആശയങ്ങളിലേക്ക് കടന്നുവന്ന് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കലാണല്ലോ ഈ സദസ്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആദ്യമായി കടന്നു വരുമ്പോൾ ഒന്നാമത്തെ വചനം യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ. ഇത്തരം അക്ഷരക്കൂട്ടുകൾ വിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണിതേക്കുറിച്ച് മഹാന്മാര് പറഞ്ഞത്? അവര് പറഞ്ഞു, ഇതിലേറ്റവും നല്ല മാർഗം നമ്മുടെ തടി സലാമത്താക്കാൻ തിട്ടമായി പറയാൻ കഴിയാത്ത ഒരു വിഷയമായതുകൊണ്ട് അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്, ഇതുകൊണ്ട് യഥാർത്ഥമായി എന്താണ് വിവക്ഷിക്കുന്നതെന്ന് പടച്ച റബ്ബിനു മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറലാണ് നല്ലത്. അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. സൂറത്തു യാസീനിന്റെ തുടക്കത്തിൽ മാത്രമല്ല, അൽ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു അലിഫ് ലാം മീം, ചില അക്ഷരക്കൂട്ടുകൾ. എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ആശയം ഇന്നതാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ കഴിയൂല എന്ന് പറഞ്ഞത്? ഭാഷാർത്ഥത്തിൽ അതിനെ നോക്കിക്കാണാൻ കഴിയില്ല. ഭാഷാപരമായി ഒരു പദത്തിനൊരർത്ഥം ഉണ്ടാകും. പക്ഷെ ഒരക്ഷരം കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആൾക്കേ അത് തിരിയൂ എന്ന് പറയലാ നല്ലത്. ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാകും. പക്ഷെ ഒരാൾ എ എന്ന് പറഞ്ഞു. ഈ ഒരു ലെറ്റർ കൊണ്ട് ഞാൻ ഒരു വലിയ ഒരു ആശയം ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് ഞാൻ ഒരു നാമം ഉദ്ദേശിച്ചിട്ടുണ്ട് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാവാം? പല നിഗമനങ്ങളും പലരും പറയും.
പറഞ്ഞയാൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കോഡ് ലെറ്ററുകൾ വിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ കടന്നുവന്നു. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മിലേക്ക് അത് പകർന്നു കിട്ടാതിരുന്നത്. എന്തിനായിരിക്കും ഇത് വന്നത്? കുറേ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒരു കാരണം ഞാൻ പറയുന്നത്, ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാലും കൂലി കിട്ടുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ. കാരണം ഇവിടെ ഖുർആൻ അർത്ഥറിയാതെ ഓതിയാൽ കൂലി കിട്ടൂല എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം എന്ന് നമ്മൾ ഉണ്ടല്ലോ. ആ ന്യൂനപക്ഷത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വളരെ വേദനിച്ചു പോയി. ഒരു ദിവസം കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ നിന്നൊരു മുസ്ഹഫ് എടുത്തപ്പോ ആ മുസ്ഹഫിൽ പച്ച മലയാളത്തിൽ ഇങ്ങനെ നീട്ടി എഴുതിയിരിക്കുന്നു, ഈ ഓതുന്നതിന്റെയൊന്നും സാരാർത്ഥങ്ങൾ അറിയാത്ത, ഈ ഓതുന്നതിന്റെയൊന്നും അർത്ഥതലങ്ങൾ അറിയാത്തത് പൊട്ട, നീ എന്തിനാ ഇത് പാരായണം ചെയ്യുന്നത്? പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതോ ഒരു കറുത്ത കരം നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ വളരെ അദബുകേടായിട്ട് ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്നതിന് കൂലി വർദ്ധിക്കും. നേരത്തെ നിങ്ങൾ കേട്ടു, തദബ്ബുറുൽ മാനയോടുകൂടെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ അതിന് കൂലി വർദ്ധിക്കും, സംശയമൊന്നുമില്ല. അർത്ഥം അറിയാതെ ഓതിയാൽ കൂലിയുണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുമോ ഖാഫ് എന്നതിന്റെ അർത്ഥം, നൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നതാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ കഴിയുന്ന ഒരു കുട്ടിയും ഇവിടെയില്ല. ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു നൂരിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ ഒരു സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട സമയത്ത് സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അസ്റാരിൽ മുതശാബിഹാത്ത്, ഞാൻ മുത്തുനബിയോട് മുത്തശാബിഹായ ആയത്തുകളുടെ, സുവ്യക്തമല്ലാതെ കിടക്കുന്ന ആയത്തുകളുടെ, അവ്യക്തമായി കിടക്കുന്ന ആയത്തുകളുടെ താൽപര്യം എന്താണ്, അതിന്റെ സിറെന്താണ്, രഹസ്യം എന്താണെന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ ഖാല, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഹിയ മിൻ അസ്റാരിൽ മഹബ്ബത്തി ബൈനി വ ബൈനല്ലാഹ്. മുതശാബിഹായ ആയത്തുകൾ കുറേയുണ്ട്. ആ മുതശാബിഹായ ആയത്തുകളെ കുറിച്ച് മൊത്തമല്ല ചോദ്യം. അൻ അസ്റാരിൽ മുതശാബിഹാത്തി മിനൽ ഹുറൂഫി, അധ്യായങ്ങളുടെ തുടക്കത്തിൽ വരുന്ന ഈ കോഡ് ലെറ്ററുകളെ കുറിച്ചാണ് ചോദ്യം. എന്താ നബി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബ് പറയുന്നു, ഹിയ മിൻ അസ്റാരിൽ മഹബ്ബത്തി ബൈനി വ ബൈനല്ലാഹ്, അതെന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള സ്നേഹരഹസ്യമാണ് അവിടെ കുടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു സീക്രറ്റ് കോഡാണ്, ഒരു പാസ്വേഡാണ്. യഥാർത്ഥത്തിൽ കലിമത്തു സിറാണ്, പാസ്വേഡാണ്. എന്റെയും ഹബീബിന്റെയും ഇടയിലുള്ള മറ തുറക്കാനുള്ള പാസ്വേഡാണ്. നിങ്ങൾക്കൊരിക്കലും അത് മനസ്സിലാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, നബിയേ, അങ്ങയുടെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് അതിന്റെ അർത്ഥമറിയോ? ഹൽ യഅരിഫുഹാ അഹദുൻ, ലോകത്താർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ യഅരിഫുഹാ ജദ്ദീ ഇബ്രാഹിം, എന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബിക്ക് പോലും അറിയില്ല. ഇബ്രാഹിം നബി വലിയൊരു മഹാനാണല്ലോ. ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ആ വലിയ നേതാവിനെ നാം എല്ലാവരും ഓർത്തുപോയി, സ്മരിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും അറിയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഹിയ അസ്റാറുല്ലാഹില്ലതീ ലാ യത്ലിഉ അലൈഹാ നബിയ്യും മുർസലുൻ വലാ മലക്കും മുഖറബ്, ഒരു നബിക്കോ റബ്ബിന്റെ സാമീപ്യം നേടിയ മാലാക്കമാർക്കോ എത്തി നോക്കാൻ കഴിയാത്ത ചില രഹസ്യങ്ങളാണവ, ചില രഹസ്യ കോഡുകളാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്കറിയില്ല.
ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതറിയോ? അതേ, മുത്തുനബി തങ്ങൾക്കറിയും. എന്തുകൊണ്ട്? ഒരു ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം നസല ബിഖൗലിഹി തആല കാഫാ യാ ഐൻ സ്വാദ്. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നത്, സാധാരണ വരുന്നത് പോലെ ഒരു ദിവസം വന്നപ്പം കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഈ അക്ഷരക്കൂട്ടുകൾ, ഈ 5 അക്ഷരക്കൂട്ടുകളാവെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി പറയുന്നു. ഫലമ്മാ ഖാല കാഫ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അത് ഓതേണ്ട നിയമം പറയുകയാണ്. കാഫ് ഖുൽതു അലിംതു, ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായി പോയല്ലോ. ഉടനെ തന്നെ ജിബ്രീൽ പറഞ്ഞു ഹാ ഖുൽതു അലിംതു, ഞാൻ പറഞ്ഞു അതും എനിക്ക് മനസ്സിലായി ജിബ്രീലേ. ഉടനെ തന്നെ പറഞ്ഞു യാ ഖുൽതു അലിംതു, ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ ആശയങ്ങൾ. സഈൻ എന്ന് തുടർന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞു റസൂലുള്ളാഹി അലിംതു, എനിക്ക് മനസ്സിലായി. സ്വാദ് എന്ന് അവസാനമായി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു അലിംതു, എനിക്ക് മനസ്സിലായി പോയി. നബി തങ്ങൾ പറയാണ് ഫഖാല ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ ചോദിക്കുകയാണ് കൈഫ അലിംത മാ ലം അഅലം യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് പോലും അറിയാത്ത കാര്യം നിങ്ങൾക്കിത് മനസ്സിലായല്ലോ, വല്ലാത്ത ഒരത്ഭുതം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അത് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത് വഅല്ലമക മാ ലം തകുൻ തഅലം, നബിയെ നിങ്ങൾക്കറിയാത്ത സർവ്വ കാര്യങ്ങളും അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നാകുമ്പം ഈ മണ്ണിൽ എല്ലാ വിഭാഗത്തിനും വളക്കൂറുള്ള ഒരു മണ്ണാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, വ്യതിയാന ചിന്താഗതിക്കാരെങ്കിലും എന്റെ ശബ്ദം ശപിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹിയുടെ ഇൽമിന്റെ റേഞ്ച് നിശ്ചയിക്കാൻ നടക്കുന്ന ചില വിവരദോഷികളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. ഖുർആനാ പറയുന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം, നബിയെ നിങ്ങൾക്കറിയാതിരുന്ന സർവ്വ വിഷയവും അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു നബിയേ. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, ലോകത്തൊരാൾക്കുമില്ലാത്ത ഈ ഒരു വലിയ ആനുകൂല്യം നിങ്ങൾക്ക് ചെയ്തപ്പോൾ വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, നബിയേ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ ഒരു ആനുകൂല്യം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യം നബിയേ അത് അപാരമാകുന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ബഹുമാനം അത് എല്ലാ നിലക്കും അപാരമാകുന്നു. കണക്കും കയ്യുമില്ലാതിനും അല്ലാഹ് ചെയ്തു തന്ന ഔദാര്യം, നിങ്ങൾക്ക് ചെയ്തു തന്ന ഔദാര്യം. നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതി നോക്ക്. ഖുർആനിൽ പല നബിമാരുടെയും കഥ പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹ് സംഭാഷണം നടത്തിയ കഥകൾ എത്രയോ സ്ഥലത്തുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരോ മുത്തു നബിയോടല്ലാതെ ആരോടെങ്കിലും ഒന്ന് അല്ലാഹ് പറഞ്ഞത് വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്ത ആനുകൂല്യങ്ങൾ എത്ര വലുതാണ് നബിയേ, എത്ര വലിയ സ്ഥാനമാ നിങ്ങൾക്ക് നൽകിയത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് അങ്ങേക്ക് നമ്മൾ തന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ നബിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൗദുൽ കൗസർ. അതടക്കമുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ലേ നബിയെ. അതൊക്കെ വിശദീകരിക്കുമ്പോൾ ഇന്നാഴ്ത്തിനാക്കൽ കൗസർ എന്നതിന്റെ വ്യാഖ്യാനം മാത്രം പറയുകയാണെങ്കിൽ മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ആ ആനുകൂല്യങ്ങളുടെ പട്ടിക ചെറുതായിട്ടെങ്കിലും ഒന്ന് പറയണം. അനുഗ്രഹങ്ങളുടെ പട്ടിക പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ തൊട്ടടുത്ത ഈ സൂറത്തുൽ കൗസർ 3 ദിവസം അവതരിപ്പിക്കണമെന്ന് കരുതുന്നുണ്ട്. ഓരോ ആയത്തുകൾ ഓരോ ദിവസം. ഇന്നാഴ്ത്തിനാക്കൽ കൗസർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എന്ത് നൽകി, ഖുർആനിന്റെ ആയത്തുകൾ വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ,
നബിയെ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അപാരമാണ് നബിയെ. അല്ലാഹു തആല പറയുന്നു, ആ നബിതങ്ങൾക്കെല്ലാം അറിയും. ഇനി കണ്ടോ നിങ്ങൾ, നബിതങ്ങളാ പറയുന്നത്. ഞാൻ കേട്ടു ഒരിക്കലൊരു സീഡിയിൽ ഒരു മൗലവി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? മുസ്ലിയാക്കന്മാര് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയുമെന്നാ പറയുന്നത്. ഇന്ന് നമുക്കുള്ള വിവരമൊക്കെ അള്ളാന്റെ റസൂലിനുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലേ എന്ന് റസൂലുള്ള പറയട്ടെ. അല്ല പറഞ്ഞു, വഅല്ലമക മാ ലം തകുൻ തഅലം. അള്ളാന്റെ റസൂല് പറഞ്ഞതോ, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. സദഖ റസൂലുള്ളാഹി. ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും വിവരം മൊത്തം എനിക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ്. ഹബീബ് പറയുന്നു, എനിക്ക് തന്നതാണ്. ഊതീതു, എനിക്ക് നൽകപ്പെട്ടു. ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും വിവരം എന്റെ കയ്യിലുണ്ട്. എന്താ പറയുന്നതിന് വിഷമം? എത്രയോ സംഗതികൾ അതിന് തെളിവായി പറയാനില്ലേ? 21-ാം നൂറ്റാണ്ടിൽ നടക്കാൻ പോകുന്ന കാര്യം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും കൂടെ അല്ല അറിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, നബിതങ്ങൾ അല്ല എനിക്കത് അറിയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബിയോട് നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, അള്ളാഹുവിനോട് നീ അങ്ങനെയൊക്കെ പറയും, എന്നാലും ഞങ്ങൾ വിടൂല, ഞങ്ങളോട് ചോദിക്കാതെ നീ എങ്ങനെ മുത്തുനബിക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക എന്ന് ചോദിക്കുന്നത് ധാർഷ്ട്യമല്ലേ സഹോദരന്മാരെ? ഞാൻ പറയുന്നു, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തെറ്റുധരിച്ചു പോകാൻ പാടില്ല. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമി വലാ കറമി വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ നബിതങ്ങളുടെ മേൽ ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. ചെറിയ കാര്യമല്ല. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട്. സൂറത്ത് യാസീനിലൂടെ അങ്ങനെ കടന്നു പോകുമ്പം നമുക്ക് ധാരാളം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാം. ഇമാം ബുസീരി പറഞ്ഞു, ഓരോ വരികളും ഓരോ ദിവസം കണ്ട് വിശദീകരിക്കേണ്ടതാണ്. ഫാഖൻ നബിയ്യീന, ഈ നബിതങ്ങൾ എല്ലാ നബിമാരുടെയും മുകളിലാണ്. ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ശരീരഭംഗിയിൽ ആകാരഭംഗിയിൽ റസൂലുള്ളാഹി എല്ലാവരുടെയും മുമ്പിലാണ്. വഫീ ഖുലുഖി, സ്വഭാവത്തിന്റെ കാര്യത്തിൽ റസൂലുള്ള മുമ്പിലാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല. വലം യുദാനൂഹു ഫീ ഇൽമി വലാ കറമി. വലം യുദാനൂഹു, മറ്റുള്ള നബിമാര് മുത്തുനബിയുടെ അയലത്ത് പോലും എത്തിയിട്ടില്ല. ഫീ ഇൽമി വലാ കറമി, അറിവിന്റെ വിഷയത്തിലും ഔദാര്യത്തിന്റെ വിഷയത്തിലും മുത്തുനബിയുടെ ചാരത്ത് പോലുമില്ല അവർ. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു, എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ചോദിക്കുകയാണ്, നബിയെ ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. നിങ്ങൾക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ അപാരമാണെന്ന് പറഞ്ഞ നബിയെ, നിങ്ങൾക്ക് എണ്ണവും കണക്കുമില്ലാതെ അല്ലാഹ് തന്ന അനുഗ്രഹത്തിൽ ആ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു കോരൽ ഞങ്ങൾക്ക് തരുമോ? ഔ റശ്ഫൻ മിനദ്ദിയമി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ വിവരത്തിന്റെ, നിങ്ങളുടെ സ്വഭാവ ഗുണത്തിന്റെ പാറിപ്പെയ്യുന്ന ആ മഴ, ആ മഴയിൽ നിന്നൊരു കവിൾ കൊള്ളലെങ്കിലും ഞങ്ങൾക്ക് തരുമോ? ഔ റശ്ഫൻ മിനദ്ദിയമി. എന്നിട്ട് ഇമാം ബുസീരി ശ്രദ്ധേയനാവുന്നത് ഇത് എവിടെയാണെന്നറിയോ? വവാഖിഫൂന ലദൈ, എല്ലാ നബിമാരും മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. എവിടെ?
ഇന്ദ ഹദ്ദിഹിമി, അവരുടെ പരിധിയിൽ അവിടെ വന്നു നിൽക്കാൻ. നബിയോടടുക്കാൻ അവർക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ആ ബൗണ്ടറി ഛേദിച്ചിങ്ങ് പോരാൻ കഴിയില്ല. ആ പരിധിയിൽ അവിടെ നിൽക്കുന്നു. ആ പരിധി, അതിന്റെ വലുപ്പം അളക്കുകയാണ് ഇമാം ബുസീരി. മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. മിൻ നുഖ്തത്തിൽ ഇൽം, നബിയെ അങ്ങയുടെ പരന്നു കിടക്കുന്ന പാരാവാരം പോലെയുള്ള അറിവിൽ നിന്നുള്ള ഒരു പുള്ളിയാണ് നബിയെ എല്ലാ നബിമാരുടെയും വിവരം. മിൻ നുഖ്തത്തിൽ ഇൽം, നുഖ്ത എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ കയ്യിലുള്ളത് മുസ്ഹഫ്, വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിൽ എത്ര അക്ഷരങ്ങൾ, ലക്ഷക്കണക്കിന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്കൊക്കെ പുള്ളികളില്ല, അക്ഷരങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഇതിലൊരു പുള്ളി അങ്ങോട്ട് മാറ്റിവെച്ചാൽ ആ ഒരു പുള്ളിയെക്കുറിച്ചുള്ള വിവരം ഒരാൾക്കുണ്ട്, ബാക്കിയുള്ള മുഴുവൻ ഒരാൾക്കുണ്ടെങ്കിൽ എത്രയാണ് അവർ തമ്മിലുള്ള അന്തരം? നബിയെ അങ്ങയുടെ പരന്നു കിടക്കുന്ന അറിവിലെ ഒരു പുള്ളി മാത്രമാണ് മറ്റമ്പിയാക്കളുടെ വിവരം. അങ്ങേക്ക് അല്ലാഹു നൽകിയ തത്വജ്ഞാനങ്ങളുടെ ഒരു സ്വരചിഹ്നം മാത്രമാണ് മറ്റുള്ളവരുടെ വിവരം. ഒരു സ്വരചിഹ്നം മാത്രമാണ്. സ്വരചിഹ്നം എന്ന് പറഞ്ഞാൽ ഫത്ഹോ കസ്റോ ദമ്മോ, ശക്ല് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത്. ഔ മിൻ ശക്ലത്തിൽ ഹികമി, അല്ലാഹു നിങ്ങൾക്ക് തന്ന തത്വജ്ഞാനത്തിന്റെ ഒരു സ്വരചിഹ്നം ഫത്ഹോ കസ്റോ ദമ്മോ എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ കയ്യിലുള്ളതിന്റെ ഒരു പുള്ളിയോ ഒരു ഫത്ഹോ കസ്റോ ദമ്മോ ഒക്കെ ഉള്ളൂ മറ്റുള്ളവരുടെ കയ്യിൽ. ഇത് മറ്റു നബിമാരെ കൊച്ചാക്കാനല്ല, ഹബീബായ നബിതങ്ങൾ തുല്യതയില്ലാതെ അല്ലാഹു ഈ ലോകത്ത് ആദരിച്ച വലിയ ഒരു മഹാന്റെ മഹത്വം പറയാനാ നമ്മൾ ഈ പറഞ്ഞത്. ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് മഹാന്മാര് ഈ ഹബീബായ നബിതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ലോകത്ത് ഒരൊറ്റയാളും ഇതറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തിട്ടപ്പെടുത്തി പറയാൻ കഴിയാത്തത് കൊണ്ട് അവർ പറഞ്ഞു അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. എന്നാലോ മറ്റു ചില പണ്ഡിതന്മാര് തെറ്റല്ലാത്ത രൂപത്തിൽ നിഗമനങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യമാവാം എന്നൊരു നിഗമനം പറഞ്ഞു നോക്കാം. തെറ്റല്ലാത്ത രൂപത്തിലാകണം അപ്പോഴും വ്യാഖ്യാനം. ആ അഭിപ്രായ പ്രകാരം പ്രബലമായി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായി യാസീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിന്റെ യഥാർത്ഥ രൂപം യാ ഉനൈസീൻ എന്നതായിരുന്നു. ഇൻസാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ഉനൈസീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യൻ. യാ ഉനൈസീൻ, ഓ ചെറിയ മനുഷ്യരെ എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ റസൂലുള്ള ചെറുതായി പോകുന്നുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹ് സ്നേഹപ്രകടനത്തോടുകൂടെ വിളിക്കുകയാണ്. എത്ര വലിയ മഹത്വമുണ്ടെങ്കിലും, ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും പണ്ഡിതനാണെങ്കിലും വാപ്പ മകനെ വിളിക്കും കുഞ്ഞുമോനെ, കുട്ടിമോനെ എന്ന്. അത് 80 വയസ്സ് പ്രായമുണ്ടെങ്കിലും മകനെ 100 വയസ്സ് പ്രായമുള്ള ഉപ്പ വിളിക്കും കുഞ്ഞുമോനെ എന്ന്. സ്വാഭാവികമാണ്. അത് കൊച്ചാക്കാനല്ല, അത് കൊച്ചാക്കലല്ല, മറിച്ച് സ്നേഹപ്രകടനമാണ്. അതേ രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഞ്ഞുമോനെ എന്ന വിളി യാ ഉനൈസീൻ, അത് വെട്ടിച്ചുരുക്കിയിട്ട് യാസീൻ എന്നാക്കി മാറ്റിയതാണ്. ഷോർട്ട് ഫോം നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഫുൾ ഫോം അതാണ് എന്ന് മഹാന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടത് കാണാം. അങ്ങനെയാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാകുന്നത്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അല്ലെങ്കിൽ യാ സയ്യിദു എന്നത് ചുരുക്കിയിട്ടാണ് യാസീൻ എന്നായത്. ഞങ്ങളുടെ നേതാവേ എന്ന വിളിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കറിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ സയ്യിദൽ ബശർ എന്നതിനെ ചുരുക്കിയിട്ടാണ് യാസീൻ എന്നാക്കിയത്. എങ്ങനെ പറഞ്ഞാലും വിഷയം ചെന്നെത്തുന്നത് മുത്തുനബിയിലേക്കാണ്. ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു നിന്നത് ആ പക്ഷത്താണ് നിന്നത്. എങ്ങനെ പറഞ്ഞാലും ശേഷം വരുന്ന ഇന്നക ലമിനൽ മുർസലീൻ,
തീർച്ചയായിട്ടും നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെ എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് യാസീൻ എന്നത് നബി തങ്ങളുടെ പേരാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ സമ്മാനി ഫിൽ ഖുർആനി ബിസബ്അതി അസ്മാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ എനിക്ക് 7 പേരുകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ എണ്ണുന്നു, മുഹമ്മദിൻ വ അഹ്മദ വ ത്വാഹ വ യാസീൻ വൽ മുസമ്മിൽ വൽ മുദ്ദസ്സിർ വ അബ്ദില്ലാ. ഇതൊക്കെയാണ് അല്ലാഹു എന്നെ വിളിച്ച നാമങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് യാസീൻ, യാസീൻ നബി തങ്ങളെ വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷി, വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ് നബിയേ, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നിങ്ങൾ പ്രവാചകരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെയാണ്, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെയാണ്. ഈ ഒരു വിഷയം പ്രഖ്യാപിക്കാൻ അള്ളാഹുവിന്റെ റസൂല് മുർസലാണെന്ന് പ്രഖ്യാപിക്കലാ ലക്ഷ്യം. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പിടിച്ച് സത്യം ചെയ്തത് വിശുദ്ധ ഖുർആനിനെയാണ്. കേവലം ഖുർആൻ സാക്ഷി എന്നാണോ പറഞ്ഞത്? അല്ല, വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. യുക്തിക്ക് നിരക്കാത്ത ഒരക്ഷരം പോലും വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനം വചനങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല. എല്ലാം യുക്തിഭദ്രമാണ്. ആധുനിക ശാസ്ത്രം വളരെ പാടുപെട്ടു ഗവേഷണങ്ങൾ നടത്തി വസ്തുനിഷ്ഠമായി തെളിയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമൊക്കെ ഖുർആനിൽ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയ കാര്യങ്ങൾ അത് പച്ചയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താനാകുമ്പോൾ പിന്നീട് മോറിസ് ബുക്കായിക്ക് താമസമുണ്ടായില്ല. മാത്രമല്ല ഇതുപോലെ ലിയോപോൾസിന് താമസമുണ്ടായില്ല. അതേ രൂപത്തിൽ തന്നെ രാജാ ഗരോഡിക്ക് താമസമുണ്ടായില്ല. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മോറിസ് ബുക്കായിയെ അത്ഭുതപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിലെ ഭ്രൂണശാസ്ത്രമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയങ്ങൾ കണ്ടപ്പോൾ അതിനു മുമ്പിൽ അന്തിച്ചു നിന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ ഒരു സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഇറങ്ങി വന്ന ഒരാൾ വിളിച്ചു പറയുന്നെങ്കിൽ അത്ഭുതപ്പെടാനില്ലായിരുന്നു. പക്ഷേ മോറിസ് ബുക്കായിയുടെ ഭാഷയിലാ ഞാൻ പറഞ്ഞത്. ആടുമേച്ച് നടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? അവിടെ ദൈവികമായ ചില ഇടപെടലുകൾ നടക്കാതെ ഇത്രയും ആരുറപ്പുള്ള വചനങ്ങൾ വിളിച്ചു പറയാൻ കഴിയില്ല. ഇത് വിളിച്ചു പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ഇടപെടലുകൾ. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായത്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ വിവിധാവസ്ഥകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു സമയത്ത് വിസർജിക്കപ്പെടുന്ന ശുക്ലം, ആ ശുക്ലത്തിലുള്ള കോടിക്കണക്കിന് ബീജാണുക്കൾ, അതിലൊരൊറ്റ ബീജാണുവാണ് കേട്ടോ മനുഷ്യൻ. ഞാൻ ഓരോന്നിനും ആയത്തുകൾ വിശദമായി വിശുദ്ധ ഖുർആൻ മുമ്പിലുണ്ട്. അത് മറിച്ചിങ്ങനെ ഓതുമ്പോഴേക്ക് സമയം പോകും. അതുകൊണ്ട് ആയത്തുകൾ അങ്ങനെ ഓതിപ്പോകുന്നേ ഉള്ളൂ. സൂറത്തുൽ ഖിയാമ 37-ാം വചനം, അലം യഖു നുതുഫതം മിൻ മനിയ്യിൻ യുംനാ, ഒരു സമയത്ത് സ്രവിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജഗണമായിരുന്നില്ലേ ഈ മനുഷ്യൻ? അപ്പോൾ ഒരൊറ്റ ബീജഗണം, ആ ബീജഗണം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ചെന്നു, അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമായി മാറുന്നു. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംശാജിൻ നബ്തലീഹ് എന്ന് പറഞ്ഞത്. ഉമ്മയുടെ അണ്ഡവുമായി ചേർന്ന ബീജത്തിനെ കുറിച്ചാണ്, ബീജകണത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നുതുഫത്തിൻ അംശാജിൻ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ പോയി നിൽക്കുന്ന സിക്താണ്ഡമില്ലേ, അത് അട്ടയെപ്പോലെ ഗർഭപാത്രത്തിൽ തൂങ്ങിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന രംഗം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. നോക്ക് നിങ്ങൾ, അലഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറബി ഭാഷയിൽ അട്ട എന്നാണ്.
അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന രക്തക്കട്ട. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സിദ്ധാന്തം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, സൂറത്തുൽ അലഖിലെ 2-ാം വചനം. അങ്ങനെ അത് ഒരട്ടയുടെ ആകൃതിയിലാണ് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത്. ഇന്നിതൊക്കെ നിങ്ങൾക്ക് സ്കൂൾ പുസ്തകങ്ങൾ വെച്ച് തന്നെ കാണാൻ കഴിയും. അതിന്റെ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങൾ, ഒരട്ടയെപ്പോലെ ചുരുണ്ട് കിടക്കുന്ന ആ ആകൃതി. അവിടെ നിന്ന് നീ അങ്ങനെ വളർന്ന് പിന്നീട് ചവച്ചരക്കപ്പെട്ട മാംസകഷ്ണത്തിന്റെ ആകൃതിയിൽ നീ വന്നു നിൽക്കുന്നു. ചവച്ചരക്കപ്പെട്ട മാംസകഷ്ണം കേവലം ഒരു ശുദ്ധമായ മാംസകഷ്ണമല്ല. ഒരു മാംസകഷ്ണം അങ്ങോട്ട് മുറിച്ചെടുത്താലുള്ള അവസ്ഥയല്ല, അത് അമ്മിയിരുട്ട് കുത്തിച്ചതച്ചാലുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്നു. ഇതാണ് ഖുർആൻ പറഞ്ഞത്, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. മുദ്ഗ എന്ന് പറഞ്ഞാൽ മാംസകഷ്ണം എന്ന് മാത്രമല്ല, അറബി ഭാഷയിൽ മള എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ചവച്ചരച്ച ആകൃതിയിലുള്ള മാംസകഷ്ണത്തിനാ മുദ്ഗത്ത് എന്ന് പറയുന്നത്. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. എന്നിട്ടോ ഇവിടെ ആധുനിക ഡോക്ടർമാർ പോലും പഠിപ്പിക്കുന്നത് ഇന്നിതാണ്. ആ ചവച്ചരച്ച മാംസകഷ്ണം പോലെയുള്ള ഈ പിണ്ഡം പിന്നീട് എല്ലായി രൂപാന്തരപ്പെടുന്നു. അല്ല പറയുന്നു, ഫഖലഖ്നൽ മുദ്ഗത ഇളാമാ, ആ മാംസത്തെ നമ്മൾ എല്ലായി സൃഷ്ടിച്ചു. എന്നിട്ടോ ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ എല്ലിൽ നാം മാംസം പൊതിഞ്ഞുകൊടുത്തു. അങ്ങനെ പിന്നെ അവനങ്ങനെ വളർന്നു. പിന്നെ കുറച്ച് കാലമുണ്ട്. അതിന്റെ ഇടയിലൊക്കെ അല്ല സംസാരിച്ചത് ഫ ഫ ഫ എന്ന് പറഞ്ഞാൽ ഉടനെ ചെറിയ പീരീഡ് മാത്രമേ ഉള്ളൂ. 40 ദിവസം കഴിയുമ്പോഴേക്ക് രൂപമാറ്റങ്ങൾ വരാൻ. പിന്നെയോ പിന്നെ മാസങ്ങൾ അവിടെ കിടക്കുന്നു. കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ടായി അവനങ്ങനെ വളരുന്നു. എന്നിട്ട് മാസങ്ങളോളം കിടന്നിട്ട് സുമ്മൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അവിടേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടുക. സുമ്മൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നെ അവനെ നാം ഒരു സെപ്പറേറ്റ് സൃഷ്ടിയാക്കുന്നു, വേറിട്ട ഒരു സൃഷ്ടിയാക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സുമ്മൻശഅനാഹു ഖൽഖൻ ആഖർ, ഭൂമിയിലേക്ക് പ്രസവിക്കുന്നു എന്നർത്ഥം. ഇതുവരെ അവൻ ഉമ്മയുടെ ഭാഗമാണ്. ഉമ്മ ഭക്ഷണം കഴിച്ചാൽ അവനും ജീവിക്കാം, ഉമ്മ ഭക്ഷണം കഴിച്ചാൽ അവനും ജീവിക്കാം, ഉമ്മ വെള്ളം കുടിച്ചാൽ അവനും ജീവിക്കാം. നേരെ മറിച്ച് ഉമ്മ വെള്ളം കുടിക്കാൻ, ഞാൻ ഉമ്മ ഭക്ഷണം കഴിക്കാൻ, ഞാൻ ഉമ്മ മാത്രമല്ല മരിക്കാൻ അവനും മരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ ഉമ്മയുടെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. സുമ്മൻശഅനാഹു ഖൽഖൻ ആഖർ, ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ജനിച്ചു വീഴുന്നതോടുകൂടെ അവൻ സെപ്പറേറ്റ് സൃഷ്ടിയായി. ഇനി ഉമ്മ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും അവന് ജീവിക്കാൻ പറ്റും, ഉമ്മ തിന്നിട്ടില്ലെങ്കിലും അവന് ജീവിക്കാൻ പറ്റും. എന്നല്ല, പുറത്തേക്ക് ഇങ്ങോട്ട് വരുവോളും ഉമ്മാക്കും മോനും ഒരൊറ്റ റേഷൻ കാർഡായിരുന്നു. പുറത്തേക്ക് വന്നപ്പം കുട്ടിക്കും വന്നു റേഷൻ കാർഡ്. അവനെ ഒരൗദ്യോഗിക പൗരനായിട്ട് അംഗീകരിക്കുകയാണ്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ഒരായത്താണ് യഥാർത്ഥത്തിൽ മൊറീസ് ബുഖാരിയെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, സർവകലാശാലയിൽ നിന്ന് ബിരുദം വാങ്ങി വന്നാൽ നമുക്ക് അത്ഭുതപ്പെടാൻ വകയില്ലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ എവിടെ നിന്ന് വന്നിട്ടാ പറയുന്നത്? ഇതിന്റെ ആദ്യ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നത് ഹിറാ ഗുഹയിൽ നിന്ന് പൊടി പൊരണ്ട വസ്ത്രവുമായിട്ട് ഇറങ്ങി വന്നിട്ടാ വിളിച്ചു പറയുന്നത്. സർവകലാശാല സർട്ടിഫിക്കറ്റുകൾ കൂടെയില്ല, ഹിറാ ഗുഹയിൽ കിടന്ന ആ വസ്ത്രങ്ങൾ അത് മാത്രം. അവിടെ നിന്ന് വന്നിട്ടാ പറയുന്നത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ ഖുർആനിൽ ഹകീം. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഇതാണ് ഖുർആനിന്റെ യുക്തിഭദ്രത. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ തെളിയിക്കപ്പെട്ടു. എങ്ങനെ തെളിയിക്കപ്പെട്ടു? അത്യാധുനിക ഉപകരണങ്ങൾ വഴി. ഉമ്മയുടെ ഗർഭപാത്രത്തിലെ കഥ എന്താണെന്ന് പരിശോധിച്ചിട്ട് പുറത്തു നിന്ന് അകത്തേക്ക് നോക്കാനുള്ള ഉപകരണങ്ങൾ വന്നപ്പം, സ്കാൻ സംവിധാനങ്ങൾ വന്നപ്പോ പുറത്തുനിന്ന് അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറയാൻ, ഇന്നത്തെ മാറ്റം ഇതാണ്, നാളത്തെ മാറ്റം ഇതാണ്, മറ്റന്നാളത്തെ മാറ്റം ഇതാണ്. ഡോക്ടർ നിഗമനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നാൽ അത്യാധുനിക ഉപകരണങ്ങൾ വെച്ച് വീക്ഷിച്ച് പറയുന്ന, ഗവേഷണം നടത്തി പറയുന്ന ഒരന്വേഷകന്റെ ഭാഷയിലല്ല മുത്തുനബി ഇത് വിളിച്ചു പറയുന്നത്. മറിച്ച് ഹബീബായ റസൂലുള്ളാഹി വിളിച്ചു പറയുന്നത് അതിലേറെ ആധികാരികമായ ശബ്ദമാണ് മുത്തുനബിയുടെ ശബ്ദം. കാരണം ഈ സംഗതികൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന
ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സങ്കീർണ ഘട്ടങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന്റെ ആരുറപ്പുള്ള വാക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞത്. അത് ആധികാരികമായ ശബ്ദമാണ്. അതുകൊണ്ട് താൽക്കാലികമായി ശാസ്ത്രമെന്തോ നിഗമനം പറഞ്ഞു, അത് ഖുർആനുമായി എതിരാണോ നമ്മൾ മാറ്റി പറയൂല. കാരണം കുറച്ചും കൂടെ മുന്നോട്ട് പഠിക്കുമ്പോ അവർ ഖുർആൻ പറഞ്ഞത് പറയാൻ അവർ നിർബന്ധിതരാകും. പറ്റിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. ഇന്ന് വൽ ഖുർആനിൽ ഹകീം എന്നതിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നത് അദബുകേടാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് കേൾക്കാൻ പറ്റിയ നല്ല വഅദ് നമുക്ക് പറയണം, ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പൊ വൽ ഖുർആനിൽ ഹകീം, വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഇനി നോക്ക് നിങ്ങൾ, വേദനാ സംവേദനികൾ കുടിയിരിക്കുന്നത്, മനുഷ്യന്റെ വേദനാ സംവേദനികൾ കുടിയിരിക്കുന്നത് മജ്ജയിലാണെന്നാണ് 3 നൂറ്റാണ്ട് മുമ്പ് വിശ്വസിച്ചിരുന്നത്, 300 കൊല്ലം മുമ്പ് വിശ്വസിച്ചിരുന്നത്. അതുവരെ വിശ്വസിച്ചിരുന്നത് മജ്ജയിലാണ് വേദന എന്നാണ്. എന്നാൽ പിൽക്കാലത്താണ് തായ്ലൻഡിലെ ഒരു സയന്റിസ്റ്റ് കടന്നു വന്നിട്ട് അദ്ദേഹം ഗവേഷണം നടത്തി. അദ്ദേഹം വേദനയെ കുറിച്ച് പഠിച്ചു. മജ്ജയിലല്ലല്ലോ മനുഷ്യന് വേദനിക്കുന്നത്. കാരണോ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോ തൊലിയിൽ അങ്ങോട്ട് കുത്തുമ്പോഴേക്ക് തന്നെ വേദനയാകുകയാണ്. അപ്പൊ തൊലിയുമായി ബന്ധപ്പെട്ടാണ് വേദനാ സംവേദനികൾ കിടക്കുന്നത് എന്ന് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം ഒരുപാട് നാൾ നടത്തിയ വിശ്രമമില്ലാത്ത പഠനത്തിനൊടുവിൽ മുഴുവൻ ശാസ്ത്രജ്ഞന്മാർക്കും അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു, മക്കളെ, വേദനാ സംവേദനികൾ മജ്ജയിലല്ല തൊലിയിലാണ് കുടിയിരിക്കുന്നത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തകറ്റാറ്റ് ദേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ തായ്ലൻഡിലെ സയന്റിസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്തേ അദ്ദേഹത്തിനുള്ള കാരണം? അദ്ദേഹം പറയാൻ, ഞാൻ ഇത്രത്തോളം വിയർത്തൊലിച്ച് പഠിച്ച വിഷയം ഇതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ വിളിച്ചു പറഞ്ഞു പോയിരിക്കുന്നു.